അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എല്ലാവരുടെ ഇടയിലും സ്നേഹം കിട്ടുവാൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങളാണ്. എല്ലാവരുടെ ഇടയിൽ സ്നേഹം നേടാനും അംഗീകാരം ലഭിക്കുവാനും മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾ ലഭിക്കുവാനും വേണ്ടിയിട്ട് ഈ ഒരു ചെറിയ ദിക്റ് ചൊല്ലിയാൽ മാത്രം മതി. മാതാപിതാക്കൾ, ഭാര്യ, മക്കൾ, ഭർത്താവ് എന്നിവരുടെ എല്ലാ ഹലാലായവരുടെ ഇടയിലും സ്നേഹവും ഇഷ്ടവും അംഗീകാരവും ലഭിക്കുവാൻ വേണ്ടിയിട്ട് ഈ ഒരു ദിക്റ് ചൊല്ലിയിട്ട് അല്ലാഹു സുബ്ഹാനഹു തആലയോട് ആത്മാർത്ഥമായി ദുആ ചെയ്താൽ മാത്രം മതി. പലരുടെയും ഒരു പരാതിയാണ്, എന്നെ ആരും ഒന്നും ശ്രദ്ധിക്കുന്നില്ല, ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല, ഉൾക്കൊള്ളുന്നില്ല, പലരുടെ ഇടയിലും ഒരു വിലയില്ലാത്തതുപോലെയാണ് ഞാൻ, അതുപോലെ തന്നെ എന്നെ ആരും അംഗീകരിക്കുന്നില്ല, മറ്റുള്ളവരുടെ ഇടയിൽ ഒരു ഇഷ്ടമില്ല, എന്നോട് എല്ലാവർക്കും വെറുപ്പാണ് എന്നിങ്ങനെ ചിന്തിക്കുന്നവരുണ്ടോ നിങ്ങൾ? എന്നാൽ അവർക്കൊക്കെയുള്ള അവരുടെ വിഷമങ്ങളൊക്കെ മാറാനുള്ള ഒരു ദിക്റാണ് ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇത്രയും ഫലം നൽകുന്ന ആ ദിക്റ് ഏതാണെന്ന് വെച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ 99 നാമങ്ങൾക്കും ഓരോരോ പ്രത്യേകതകളും ഓരോരോ ഫലങ്ങളും ആവശ്യങ്ങൾ നിറവേറ്റുവാനും ഒക്കെയുള്ള ദിക്റുകളുണ്ട്. അതിൽപ്പെട്ട ഒരു ഇസ്മാണിത്. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ 48ാമത്തെ നാമമായ യാ വദൂദു യാ അല്ലാഹ്, യാ വദൂദു യാ അല്ലാഹ്, യാ വദൂദു യാ അല്ലാഹ് എന്ന ഇസ്മാണ് ചൊല്ലേണ്ടത്. അത് എല്ലാ ദിവസവും പതിവാക്കി ചൊല്ലിയാൽ മതി. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അതുപോലെ തന്നെ ജനങ്ങളുടെ മാത്രം ഇഷ്ടം നേടാൻ വേണ്ടിയിട്ടല്ല ഈ ദിക്റ് ചൊല്ലേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഇഷ്ടം നേടാനും വേണ്ടിയിട്ട് ഈ ദിക്റ് ചൊല്ലിയാൽ മതി. അതുപോലെ നിസ്കരിക്കുവാൻ മടി, ദിക്റ് ചൊല്ലുവാൻ മടി, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ ഒരു മടിയൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ മക്കൾക്കോ ഭർത്താവിനോ ആർക്കുമാവട്ടെ, നിങ്ങൾക്കോ ഒക്കെ ഒരു മടി വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ദിക്റ് പതിവാക്കിയാൽ മതി. മക്കൾക്ക് ഈ ഒരു ദിക്റ് ചൊല്ലി അവരെ മന്ത്രിച്ചൂതിയാൽ മതി. ഇങ്ങനെ പതിവാക്കിയാൽ, ഇങ്ങനെ മനസ്സറിഞ്ഞ് ചൊല്ലി പതിവാക്കിയാൽ നമ്മുടെ മനസ്സിലുള്ള ആ മടിയൊക്കെ മാറി, അതായത് നന്മകൾ ചെയ്യാനുള്ള ആ മടിയൊക്കെ മാറി എല്ലാ നല്ല കാര്യങ്ങൾ ചെയ്യുവാനും ഒരു ഇഷ്ടവും താല്പര്യവും ആഗ്രഹവും ഒക്കെ ഉണ്ടാവും. നമ്മുടെ മനസ്സിൽ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുവാനുള്ള ഒരു ഇഷ്ടം ഉണ്ടാകും. അതുപോലെ തന്നെ പഠിക്കുന്ന കുട്ടികൾക്ക് പഠിക്കാൻ മടി, വീട്ടമ്മമാരായ നമുക്ക് വീട്ടുജോലികളൊക്കെ ചെയ്യാൻ ഒരു മടിയൊക്കെ ഉണ്ടാകുന്ന ദിവസങ്ങളിൽ ഈ ദിക്റ് ചൊല്ലിയാൽ മാത്രം മതി. ഈ ഒരു ദിക്റ് 20 തവണ ചൊല്ലുക. എന്നിട്ട് പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്താണ് സൂറത്തുൽ ബഖറ. ഈ സൂറത്തിലെ 165ാമത്തെ ആയത്തും കൂടിയാണ് ഓതേണ്ടത്. അത് 11 തവണയാണ് ഓതേണ്ടത്. ആ ഒരു ആയത്തെ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ആയത്താണ് 11 തവണ ഓതേണ്ടത്. ആദ്യം 20 തവണ യാ വദൂദ് യാ അല്ലാഹ് എന്ന ഇസ്മ ചൊല്ലുക. അതോടൊപ്പം തന്നെ 11 തവണ ഈ ആയത്തും കൂടി ഓതുക. ഇത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നിസ്കാര ശേഷമോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവുള്ള സമയത്തോ ചെയ്യാവുന്നതാണ്. എന്നിട്ട് നിങ്ങളെ എല്ലാവരും സ്നേഹിക്കുവാനും പരിഗണിക്കുവാനും ബഹുമാനിക്കുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നവരുടെ, നിങ്ങൾ വേണ്ടപ്പെട്ടവരുടെ ഇടയിൽ ഒരു പരിഗണന ലഭിക്കുവാനും ഒക്കെ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു തആലയോട് ദുആ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ മക്കളുടെ എക്സാമിൽ അവർക്ക് പഠിക്കുവാനുള്ള മടി മാറുവാൻ വേണ്ടിയിട്ടും, അതുപോലെ നിങ്ങൾക്കോ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കോ നിസ്കരിക്കുവാനോ അമലുകൾ ചെയ്യുവാനോ നല്ല കാര്യങ്ങൾ ചെയ്യുവാനോ ഉള്ള മടികളൊക്കെ മാറുവാനും വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു തആലയോട് ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും നല്ലൊരു മാറ്റം തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇത് ദിവസവും പതിവാക്കി പോരേണ്ട ഒരു കാര്യമാണ്. അതല്ല, ചെറിയൊരു റിസൾട്ട് കിട്ടുമ്പോൾ തന്നെ അത് നിർത്തി വെക്കേണ്ടതില്ല. കാരണം ചെറിയൊരു കാര്യമാണല്ലോ ചെയ്യാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ എല്ലാവരെയും നല്ല അമലുകൾ ചെയ്യുവാനും അതുപോലെ തന്നെ റബ്ബ് സുബ്ഹാനഹു തആലയെ സ്നേഹിക്കുവാനും ഇഷ്ടപ്പെടുവാനും
ഒക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബിൻ്റെ സ്നേഹം ലഭിക്കുവാനും മറ്റുള്ളവരുടെ ഇടയിൽ സ്നേഹവും ബഹുമാനവും കരുതലും ഒക്കെ ലഭിക്കുവാനും റബ്ബ് സുബ്ഹാനഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ മക്കളുടെ പരീക്ഷയിൽ ഉന്നത വിജയം നൽകുവാനും അവർക്ക് പഠിക്കുവാനുള്ള ആ മടി ഒഴിവായി കിട്ടുവാനും റബ്ബ് സുബ്ഹാനഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.